അപ്പൊ ഫസ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽ സെറ്റിംഗ് ആയിട്ട് വരുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സെറ്റിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെനാരിയോ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു ചാൻസ് നമ്മൾ അതിലെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നീ ഇഞ്ചുറി ആയിട്ട് ഒരു ആക്സിഡന്റിന് ശേഷം ഒരു പേഷ്യന്റ് വന്നു. ആ സമയത്ത് നമ്മളാണ് അവിടുത്തെ ഡ്യൂട്ടിയിലുള്ള നേഴ്സ്. അപ്പൊ പേഷ്യന്റിന് പെയിൻ ഉണ്ട്, പേഷ്യന്റിന് മൂവ്മെന്റിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നീ ഇഞ്ചുറി ആയ കാരണം. റേഡിയോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ അതിന്റെ ഇൻഫർമേഷൻ കൊടുത്ത് പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യണം. ഇതാണ് ഒരു സെനാരിയോ എങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഗുഡ് മോർണിംഗ്, ഐ എം മിസ് ജിനു ജോർജ്, ഐ എം വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തുടങ്ങാം. ഇനിയിപ്പോൾ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളതിന് നമുക്ക് ചോദിക്കാം, വിൽ യു പ്ലീസ് ടെൽ മീ വാട്ട് ഹാപ്പൻ ടു യു ആൻഡ് എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് നമ്മൾ അവരുടെ പേരൂടെ ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ബിക്കോസ് അവരെ അഡ്രസ്സ് ചെയ്യാനുള്ളത് ഹൗ ക്യാൻ ഐ അഡ്രസ് യു എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസ് അവർ പറയും അവരുടെ പേര് ഇന്നതാണ്, യു ക്യാൻ കോൾ മീ ദിസ് എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ നമുക്ക് ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് റോൾ പ്ലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ സപ്പോസ് ചിലർ പറയും മൈ നെയിം ഈസ് എക്സ്, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുൻപോട്ട് പോവുക. ഇനിയിപ്പോ സപ്പോസ് പേര് പറഞ്ഞില്ലെങ്കിലും അതിനെ ഓർത്ത് നമ്മൾ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. ഏതാ ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിച്ച് മുമ്പോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇനി ഇഞ്ചുറി ഉള്ള പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ എപ്പോഴാണ് സംഭവിച്ചത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക. പേഷ്യന്റിന് എപ്പോഴും കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു ട്രോളിയോ ബെഡോ അല്ലെങ്കിൽ സീറ്റോ എന്താണെന്ന് വെച്ചാൽ ഓഫർ ചെയ്യാം. എന്നിട്ട് പറയാം നമുക്ക് യുനോ ക്യാൻ ഐ പ്രൊവൈഡ് യു എ പില്ലോ ടു സപ്പോർട്ട് യുവർ നീ. അതൊക്കെ നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കൊടുത്ത കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ചിലപ്പോൾ നീ മൊബിലൈസറിനെ പറ്റി അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നീ മൊബിലൈസറിന്റെ കാര്യം നമുക്ക് ഇവിടെ പറയാം. ഇല്ലെങ്കിൽ ഒരു പില്ലോ വെച്ച് ഒരു പർട്ടിക്കുലർ ഏരിയ സപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, ക്യാൻ ഐ എക്സാമിൻ യുവർ നീ ബിക്കോസ് ഐ തിങ്ക് ദർ ആർ സം ഇഞ്ചുറീസ്, ക്യാൻ ഐ ഡു ദ ഡ്രസ്സിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെർമിഷൻ ചോദിക്കാം. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. ഇപ്പൊ ഞാൻ ടാസ്കിനെ പറ്റി പറഞ്ഞു റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റി നമ്മളിവിടെ പറയണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റി പറയുമ്പോൾ നോർമലി ഈ പേഷ്യന്റ് പെയിനിലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ പേഷ്യന്റ് പെയിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ പെയിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ റേറ്റിംഗ് സ്കെയില് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അവരോട് ചോദിക്കാം, വിൽ യു പ്ലീസ് റേറ്റ് യുവർ പെയിൻ ആസ് പെർ ദിസ് ന്യൂമറിക്കൽ പെയിൻ സ്കെയിൽ, ബിക്കോസ് വി നീഡ് ടു എക്സ്പ്ലെയിൻ ഹൗ ദ ന്യൂമറിക്കൽ പെയിൻ സ്കെയിൽ ഈസ് വർക്കിംഗ്. ബിക്കോസ് അത് നോർമൽ അഡൽറ്റിനുള്ള പെയിൻ സ്കെയിൽ ആണ്. ഇപ്പൊ പീഡിയാട്രിക്കിനാണെങ്കിൽ നമ്മൾ വേറെ പെയിൻ സ്കെയിലാണ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന രീതിയിൽ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ച് ഈ കാര്യങ്ങളൊക്കെ മാറ്റി പറയണം. ന്യൂമറിക്കൽ പെയിൻ സ്കെയിൽ തന്നെ കോൺഷ്യസ് ലെവലിൽ വേരിയേഷൻ ഉള്ള ഒരു പേഷ്യന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് പേഷ്യന്റിന്റെ അടുത്തോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നോളജ് വേണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തു, അതിനുശേഷം പെയിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പെയിൻ മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ എന്ന് നോക്കിയിട്ട് ഒന്നെങ്കിൽ പ്രോപ്പർ പൊസിഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഏരിയ സപ്പോർട്ട് ചെയ്ത് ഒരു കംഫർട്ട് ലെവൽ നിലനിർത്താം. അതല്ലെങ്കിൽ മെഡിസിൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഡോക്ടേഴ്സിനെ വീണ്ടും റീഇൻഫോം ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി ഇതൊക്കെ നമ്മൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് നമ്മൾ കൊടുക്കുന്ന കെയർ ആ ഒരു സെനാരിയോ അനുസരിച്ച് നമ്മൾ അവരുടെ അടുത്ത് വെർബലൈസ് ചെയ്താൽ മാത്രമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന പേഷ്യന്റ് അത് മനസ്സിലാവത്തുള്ളൂ. നോർമലി നമ്മൾ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതെല്ലാം ആക്ഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, നമ്മൾ അവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ റോൾ പ്ലേയിലാവുമ്പം അത് നമ്മളെല്ലാം വെർബലൈസ് ചെയ്യണം. I can provide you this, I'll inform the doctor and he'll come and see you, so definitely he'll give you some more medications and your pain will be relieved. ആ രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കണം. എന്നാൽ മാത്രമാണ് ഈ പറയുന്ന ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് റോൾ പ്ലേയിൽ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. സോ കെയർ 1 by 1 ആയിട്ട് വെർബലൈസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ടൈം ലിമിറ്റിനെ പറ്റിയും ഓറിയന്റഡ് ആയിരിക്കണം കേട്ടോ. ബിക്കോസ് സംസാരിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് പോലെയും ഒരുപാട് ഇൻഫർമേഷൻ അവിടെ നിന്ന് കളക്ട് ചെയ്യാനുള്ളത് പോലെയൊക്കെ നമുക്ക് തോന്നും. ബട്ട് 5 minutes ടൈമാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. സോ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പം ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ആ ഒരു ടൈം പീരീഡുമായിട്ട്
അഡാപ്റ്റ് ആകും. അപ്പം ഒരു 4 minutes ഒക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് റോൾ പ്ലേ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു എബിലിറ്റി നമ്മൾ കാണിക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു റോൾ പ്ലേ ലീഡ് ചെയ്യുന്നത് നേഴ്സ് തന്നെയാണ്. ബിക്കോസ് അത് നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, നേഴ്സിന്റെ ആവശ്യകതയാണ് റോൾ പ്ലേ ലീഡ് ചെയ്ത് 5 minutes കൺക്ലൂഡ് ചെയ്ത് ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. സോ എപ്പോഴും റോൾ പ്ലേ ലീഡ് ചെയ്യേണ്ടത് നേഴ്സ് തന്നെയായിരിക്കണം. പ്രോപ്പറായിട്ട് സംസാരിക്കുക, അവരുടെ കൺസേൺസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. അങ്ങനെ മുൻപോട്ട് പോയിട്ട് പ്രസൻസ് ഓഫ് മൈൻഡ് ഇതിൻ്റെ അകത്ത് വേണമെന്ന് പറയുന്നത്, ഇൻ കേസ് ഇപ്പൊ ഈ പേഷ്യന്റ് സമ്മതിക്കുന്നില്ല, റേഡിയോളജിക്കൽ എക്സാമിനേഷൻ നമ്മൾ പറയുമ്പോൾ അവർ പറയുവാണ് എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ഇനി സപ്പോസ് ക്വസ്റ്റ്യനിൽ കൊടുത്തില്ലെങ്കിൽ കൂടെ നമുക്ക് പറയാൻ പറ്റും യു നോ നീഡ് ടു ആംബുലേറ്റ് ഫ്രം ഹിയർ. നമുക്ക് ഈ ട്രോളിയിൽ തന്നെ പേഷ്യന്റിനെ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിന് കൊണ്ടുപോകാം. അവിടെ 1 or 2 സ്റ്റാഫ് ഉണ്ടാവും, അവർ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം മൊബിലൈസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ഷീറ്റ്സ് ഉണ്ട്. സോ പേഷ്യന്റിന് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പം ഇതിനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ബാക്കി പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ കാണിക്കണം. നെക്സ്റ്റ്, ഹോസ്പിറ്റലില് സർജിക്കൽ യൂണിറ്റിൽ സർജിക്കൽ വാർഡിൽ നടക്കുന്ന ഒരു സെനാരിയോ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ് അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആണ്, സർജറി കഴിഞ്ഞു. അപ്പം പേഷ്യന്റിന്റെ ബാക്കിലാണ് സർജറി ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന റിലേഷൻ റിമൂവ് ചെയ്തു. അപ്പം ഒരു ഓൾമോസ്റ്റ് നല്ല എബവ് ആവറേജ് ലെവൽ ഒരു ഡ്രസ്സിങ് അവിടെ ഉണ്ട്. വിത്തിൻ 1 or 2 days പേഷ്യന്റ് ഡിസ്ചാർജ് ആകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ പേഷ്യന്റിനെ കാണുന്നു. പേഷ്യന്റിനെ കാണുമ്പോൾ നമ്മൾ പേഷ്യന്റിന് ഷവറിന് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പം പേഷ്യന്റ് ഒരു 75-year-old ആണ് അല്ലെങ്കിൽ അതിൽ എബവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സെനാരിയോ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഷവറിന് വേണ്ടി നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു, അതുപോലെ തന്നെ വിത്തിൻ 2 days പേഷ്യന്റ് ഡിസ്ചാർജ് ആകും എന്നുള്ള കാര്യം പറയുന്നു. അപ്പം പേഷ്യന്റ് ആക്ച്വലി നമ്മളുടെ അടുത്ത് പറയുന്നത്, ഞാൻ 2 daysനുള്ളിൽ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തനിയാണ് താമസിക്കുന്നത്, എൻ്റെ കൂടെ ആരുമില്ല, സോ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ള കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള ടെൻഷനും വറീസും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ഷവറിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഞാൻ, ഹോസ്പിറ്റലിൽ എനിക്ക് റെസ്റ്റ് ആണ് എടുക്കേണ്ടത്, അല്ലാതെ എനിക്ക് ഇപ്പോൾ ഷവർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പേഷ്യന്റ് അതിന് റിലക്റ്റന്റ് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെല്ലുന്നു, ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ്, ഐ ആം മിസ് ജിനു ജോർജ്, ഐ ആം വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ദിസ് സർജിക്കൽ യൂണിറ്റ്. ഹൗ ക്യാൻ ഐ അഡ്രസ് യു? അപ്പൊ നമ്മൾ പേഷ്യന്റ് അടുത്ത് പേര് ചോദിച്ചപ്പോൾ ഓക്കെ പേഷ്യന്റ് പേര് പറഞ്ഞു. പേഷ്യന്റ് പേര് മിസ്റ്റർ പാട്രിക് എന്നാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുവാണ്, ഹൗ ആർ യു മിസ്റ്റർ പാട്രിക്, ഡിഡ് യു സ്ലീപ്പ് വെൽ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഓക്കെ പേഷ്യന്റ് പറഞ്ഞു ഓക്കെ എൻ്റെ സ്ലീപ്പ് അത്ര നല്ലതായിരുന്നില്ല, എന്നാലും ഇറ്റ് വാസ് ഓക്കെ എന്നുള്ള രീതിയിൽ. അപ്പോൾ സംസാരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കും, ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഹൗ ഈസ് യുവർ അപ്പറ്റൈറ്റ്, ആർ യു ഓൾ റൈറ്റ്, ആർ യു ആംബുലേറ്റിംഗ് ഇൻ ദ റൂം, ഹൗ ഈസ് യുവർ പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് മാക്സിമം ഇൻഫർമേഷൻ നമ്മൾ പേഷ്യന്റ് അടുത്ത് നിന്ന് കളക്ട് ചെയ്യുവാണ്. നമ്മൾ ഷവറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പേഷ്യന്റ് പറഞ്ഞു, നോ ഐ തിങ്ക് ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ദ ഷവർ ടുഡേ ബിക്കോസ് ഐ ഹാവ് ദ പെയിൻ ആൻഡ് ദാറ്റ് ഐ ഹാവ് എ big dressing in my back, so if I take shower today definitely that dressing will be wet and I may get the infection, so I don't want to have the shower today. സോ നമ്മളൊരു നേഴ്സ് എന്ന രീതിയിൽ നമ്മൾ എങ്ങനെ ഈ പേഷ്യന്റ് ഒന്ന് കൺവിൻസ് ചെയ്ത പേഷ്യന്റ് ഷവർ കൊടുക്കും? ബിക്കോസ് ഹൈജീനിക് മെഷേഴ്സിൽ ഇറ്റ് ഈസ് റിയലി മാൻഡേറ്ററി ടു ഹാവ് ഷവർ. പോസ്റ്റ് ഓഫ് ഡേ 3 or 4 ആണ്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ പേഷ്യന്റ് ഷവർ കൊടുക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും? അപ്പം പേഷ്യന്റിനോട് നമുക്ക് പറയാം, ഐ നോ ദാറ്റ് യു ഹാവ് എ ഡ്രസ്സിംഗ് ഇൻ യുവർ ബാഗ്, ബട്ട് ഇറ്റ് ഈസ് എ വാട്ടർ പ്രൂഫ് ഡ്രസ്സിംഗ്, സോ യു ക്യാൻ ഹാവ് ദ ഷവർ സേഫ്ലി, സോ യുവർ ഡ്രസ്സിംഗ് വോണ്ട് ബി വെറ്റ് and there won't be any problems with your dressing. I assure you that you will be fine after your shower. എന്നിട്ടും പേഷ്യന്റ് സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? You can say that proper hygienic measures are really essential for healing. So please try to cope with the situation and you have to take the shower. That will really help you to improve your health status. എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നിട്ടും പേഷ്യന്റ് സമ്മതിക്കുന്നില്ല, സ്റ്റിൽ പേഷ്യന്റ് റിലക്റ്റന്റ് ആണെങ്കിൽ നമ്മൾ വീണ്ടും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്കിവിടെ നോ പറഞ്ഞിട്ട് പോകാനേ പറ്റത്തില്ല. സോ നമ്മൾ വീണ്ടും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് എന്ത് പറയാൻ പറ്റും?
Patrick, I can understand that it is a bit hard to go through this situation because you need to walk from the room to the shower, and it may take some time and you may have some pain. So I can understand all these. If you are ready to receive the tablets before your shower, I can give the medications. Okay, അതൊരു സജഷൻ ആണ്. ബിക്കോസ് സോറി, നമ്മൾ മെഡിസിൻ കൊടുത്ത് വൺസ് പേഷ്യന്റ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം ഷവറിന് എടുത്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് അപ്പാരന്റ്ലി വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പേഷ്യന്റിനെ അഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. കോമൺ സെൻസോടുകൂടി ലോജിക്കോടുകൂടി സംസാരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പോഴും തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ദെൻ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഐ മൈസെൽഫ് ക്യാൻ അസിസ്റ്റ് യു ഫോർ ദ ഷവർ. സോ ഐ അഷ്യൂർ യു ദാറ്റ് ദർ വോണ്ട് ബി എനി ഡിഫിക്കൽട്ടീസ്. I'll stay with you throughout the shower and I'll help you. So are you ready to go for the shower? എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പം ഡെഫിനറ്റ്ലി പേഷ്യന്റ് സമ്മതിക്കും. അപ്പൊ ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ സംസാരിക്കാനും റോൾ പ്ലേ നമ്മൾ അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോകണം. കാരണം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പം ആ ക്വസ്റ്റ്യനിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ട്. ടാസ്ക് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഒരിക്കലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അർജൻസി ത്രൂ ഔട്ട് റോൾ പ്ലേ കാണിക്കരുത്. പേഷ്യന്റ് കീപ്പ് ഓൺ റിലക്റ്റന്റ് ആയിരിക്കുമ്പോൾ ആ ഒരു സെനാരിയോയിൽ അങ്ങനെ ആയിരിക്കാം. ബീങ് എ നേഴ്സ് നമ്മൾ ഒരിക്കലും ഡെസ്പ് ആവരുത്. ഒരു കാര്യം ഓഫർ ചെയ്ത് നോക്കുക, നടന്നില്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് എമ്പതിയോടുകൂടി തന്നെ വേറൊരു സജഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ച് നെക്സ്റ്റ് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിലക്റ്റന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കിട്ടുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയേണ്ടി വരുന്നു. ഈ ഒരു ഭാഗത്ത് റെപ്പറ്റീഷൻ അലൗഡ് ആണ്. ബിക്കോസ് പേഷ്യന്റ് സമ്മതിക്കുന്നില്ല, റിലക്റ്റന്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പറയുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ടൈം 5 minutes എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. സോ മാക്സിമം പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്ത് അവർക്ക് എന്ത് സ്യൂട്ടബിൾ ആയിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പീഡിയാട്രിക് വാർഡിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പീഡിയാട്രിക് യൂണിറ്റിൽ നിങ്ങളൊരു കേസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കേസിൽ മാത്രം നമ്മൾ മിക്കപ്പോഴും പേഷ്യൻസിന്റെ പേരൻസിനോട് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ അറ്റൻഡൻസിനോടായിരിക്കും സംസാരിക്കുന്നത്. കുട്ടികളോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെനാരിയോസ് വളരെ കുറവാണ്. സോ ഈ ഇപ്പോ ചാർലറ്റ്, പേഷ്യന്റിന്റെ പേര് ചാർലറ്റ്, ഒരു 3-year-old ചൈൽഡാണ്. സോ ഡെഫിനറ്റ്ലി ചാർലറ്റിന്റെ പേരൻസിന്റെ അടുത്തായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ്, ഐ മിസ് ജിനു ജോർജ്, ഐ വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ദിസ് പീഡിയാട്രിക് യൂണിറ്റ്, ഹൗ ഈസ് ചാർലറ്റ് ടുഡേ എന്ന് ചോദിക്കണം. അപ്പോൾ അതായത് കുട്ടിയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ ഡു ഷീ സ്ലീപ് വെൽ, ഹൗ ഇസ് ഹെർ അപ്പറ്റൈറ്റ്, ആ രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ മാത്രമാണ് കുട്ടിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ വരത്തുള്ളൂ. ഇവിടെ ഹൗ ആർ യു ടുഡേ എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. അപ്പം ഹൗ ഈസ് ചാർലറ്റ് ടുഡേ, ഹൗ ഇസ് ഷീ ഡൂയിങ് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു പീഡിയാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള സെനാരിയോസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജിക് ഹിസ്റ്ററീസ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പ്ലേ ഹിസ്റ്ററി, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ഹിൻസ് ആണ്. അതൊക്കെ ഈ ഒരു പർട്ടിക്കുലർ കേസുമായിട്ടുള്ള റിലേഷനെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ബിക്കോസ് ആ പറയുന്ന പോയിന്റ്സിനെല്ലാം ഈ കുട്ടിയുടെ കണ്ടീഷനുമായിട്ട് ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ റിലേഷൻ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് സ്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റോൾ പ്ലേ കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് 5 minutes കൊണ്ട് അതിൽ കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ ഒരു ഇന്ററപ്ഷൻസും ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മാക്സിമം ശ്രദ്ധിക്കുക, കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ, എക്സാമിൻ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോഴും 1 or 2 pauses എടുത്തിട്ട് ജസ്റ്റ് അതിന്റെ എക്സാമിനേഷൻ എന്താണോ റിസൾട്ട് അതൊന്ന് റിവീൽ ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു സാഹചര്യത്തിന് അനുയോജ്യമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും പ്ലേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കാർട്ടൂൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അതിലുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ
പീഡിയാട്രിക് യൂണിറ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. പേരൻസിനോടാണ് സംസാരിക്കുന്നത്, മറ്റ് കുട്ടികളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇനി ഡേ കെയർ സെറ്റിംഗിൽ നമ്മൾ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു എൻഡോസ്കോപ്പിക്ക് വന്ന പേഷ്യന്റ്, അപ്പൊ ആ പേഷ്യന്റിന് നമ്മൾ എൻഡോസ്കോപ്പി എന്താണ്, അതിന്റെ പോസിബിൾ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇനി പോസ്റ്റ് പ്രൊസീജിയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെയും ഇൻട്രൊഡക്ഷന്റെ ആവശ്യകതയുണ്ട്. കാരണം ആരാണ് നമ്മൾ എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷന് ശേഷം നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡേ കെയർ സെറ്റിംഗിലെ പ്രൊസീജിയേഴ്സിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, ഓൺഗോയിങ് മെഡിക്കേഷൻസ്, ഇങ്ങനെയുള്ള പ്രസന്റ് ഇൽനെസ്, വേറെ എന്തെങ്കിലും പ്രോബ്ലംസോ കോമോർബിഡിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊസീജിയറിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ കളക്ട് ചെയ്യണം. അതിനുശേഷം എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അഡ്വൈസ് ഓർ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവരോട് ഒരിക്കലും ആജ്ഞാപിക്കുന്ന രീതിയിലാവരുത്. നമ്മൾ പ്ലസന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പൊ അവർക്കത് ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടോ എന്നുള്ളത് റിയഷ്യൂറിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, എല്ലാ സെറ്റിംഗിലും നമ്മൾ റോൾ പ്ലേയിൽ പെർഫോം ചെയ്യുമ്പോൾ റിയഷ്യൂറിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞു, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ പേഷ്യൻസിന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പൊ ഇൻഫർമേഷൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെയാണ് ടു വേ കമ്മ്യൂണിക്കേഷനായ റോൾ പ്ലേ മുൻപോട്ട് പോകുമ്പോൾ ഇടയിൽ നമ്മളൊരു റിയഷ്യൂറിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഇപ്പൊ ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് എന്ന് ചോദിച്ചാൽ തന്നെ, ഈസ് ദാറ്റ് ഓൾ റൈറ്റ് എന്ന് ചോദിച്ചാൽ തന്നെ പേഷ്യന്റിനെ ഒന്ന് വെർബലൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. ലൈക്ക് ഇത്രയും നേരം ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യത്തോടെ എന്റെ ഒപ്പീനിയൻ എന്താണെന്ന് പേഷ്യന്റിന് പറയാൻ പറ്റും. അപ്പം റിയഷ്യൂറിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് എഡ്യൂക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക. പിന്നെ ഡേ കെയർ സെറ്റിംഗ്സിലെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് പറയുമ്പം പേഷ്യൻസ് എപ്പോഴും എന്താ പറയാ, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പെർസീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെയായിരിക്കും. അപ്പം അവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ റോൾ പ്ലേ 5 മിനിറ്റ്സിൽ കണ്ടിന്യൂ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഇത് ചെയ്യുന്നു. ഇനി പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ഒരു കേസ് കിട്ടുമ്പോൾ, അതായത് ടെർമിനലി ഇൽ പേഷ്യൻസ്, അതിപ്പം എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഓർ ക്യാൻസർ, അങ്ങനെയുള്ള കാർസിനോമ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കേസസ് ആണെങ്കിലും പാലിയേറ്റീവ് കെയറിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് ഇതുവരെ നമ്മൾ കണ്ട സെറ്റിംഗ്സിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു സെറ്റിംഗിൽ വരുമ്പോഴേക്കും. ഇപ്പോ നമ്മള് പാലിയേറ്റീവ് കെയറിലെ ഒരു സെനാരിയോ അനുസരിച്ച് സംസാരിക്കുമ്പോൾ ചില പേഷ്യൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. ബിക്കോസ് അവർ ടെർമിനലി ഇല്ലാണ്, മരണത്തെ മുന്നിൽ കണ്ട് കഴിയുന്നവരാണ്, ഇല്ലെങ്കിൽ ഒരുപാട് സഫറിങ്സിലൂടെ കടന്നു പോകുന്നവരാണ്. സോ അങ്ങനെ വരുമ്പോൾ അവർ സൈലന്റ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഷ്യന്റിനെയാണ് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യകതയില്ല. ബീയിങ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ നമ്മൾ സംസാരിക്കുക. ഇവിടെ വോയിസ് മോഡുലേഷന്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരിക്കലും ടെർമിനലി ഇൽ പേഷ്യൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആ സെനാരിയോയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നു, നമ്മൾ അവിടെ പേഷ്യന്റ് വിസിറ്റ് ചെയ്യാൻ ചെന്നു, പക്ഷെ പേഷ്യന്റ് നമ്മളെ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല, നമ്മുടെ അടുത്ത് സംസാരിക്കാനും കൂട്ടാക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. Good morning, I'm Ms. Ginu George. I'm one of the registered nurses in this department. How can I address you? Okay. Sometimes അവർ പേര് പറയാതിരിക്കാം. ഇനി സപ്പോസ് പേര് പറഞ്ഞാൽ ഓക്കെ മാർട്ടിൻ, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, അങ്ങനെ ചോദിക്കുമ്പോൾ അവരതിനുള്ള പ്രോപ്പർ ആയിട്ട് ഒരു റിപ്ലൈ തരണമെന്ന് നിർബന്ധമില്ല. അപ്പം റിപ്ലൈ തന്നില്ലെങ്കിൽ നമ്മൾ കീപ്പ് ഓൺ ഒരു നല്ല വോയിസ് മോഡുലേഷനോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ച് മുമ്പോട്ട് പോകുമ്പം അവർ ഫർദർ ആയിട്ടൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നില്ല. ഒരു ഓൾമോസ്റ്റ് 1 or 2 minutes നമ്മൾ തന്നെയാണ് സംസാരിക്കുന്നത്. യു ക്യാൻ ആസ്ക്, ഡിഡ് യു സ്ലീപ് വെൽ, ഹാവ് യു ടേക്കൻ യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഹൗ ആർ യു ഗെറ്റിംഗ് ത്രൂ യുവർ സിറ്റുവേഷൻ, ആർ യു ഓൾ റൈറ്റ്. ഇതിനൊന്നും മറുപടികളില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് കിടക്കണം അല്ലേ. ചില പേഷ്യൻസ്, ടെർമിനലി ഇൽ പേഷ്യൻസ് സൈലൻസിലായിരിക്കുമ്പോൾ അവരൊരിക്കലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മേ ബി ആ ഒരു യൂണിഫോം കാണുന്നത് തന്നെ അവർക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ഒട്ടും സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം. ലൈക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടറോ ഒരു കപ്പോ ടീയോ ഒക്കെ നമുക്കൊന്ന് ഓഫർ ചെയ്യാം. അതിനുശേഷം അതൊന്നും റിപ്ലൈ ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, can I contact your family members to talk with you? Is that all right? Are you willing to do that? ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം. whom you want to talk now? Are you interested to see any of your friends? ആ രീതിയിലുള്ള ഓഫറുകൾ നമുക്ക് വെക്കാം.
അതല്ലെങ്കിൽ നമുക്ക് പറയാം, വിൽ യു പ്ലീസ് കൺസിഡർ മീ ആസ് യുവർ ഫ്രണ്ട് ഓർ കൊളീഗ്, ബിക്കോസ് യു നോ ഇഫ് ഐ ഗെറ്റ് some information about your present health status, definitely I'll be able to help you. ആ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ഒരു പാലിയേറ്റീവ് കെയറിൽ ഉള്ള ഒരു പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ നാച്ചുറലി സംസാരിക്കേണ്ട രീതി തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ദ ഇന്റർലോക്കേറ്ററിനും മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ആ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഒരുപാട് സംസാരിക്കാതിരുന്ന പേഷ്യന്റ് പെട്ടെന്ന് പറയാണ്, ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ് അബൌട്ട് മൈ ലൈഫ്, ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒരിക്കലും ഫാൾസ് അഷുറൻസസ് കൊടുക്കരുത്. ഓക്കെ, everything will be fine within 1 day, everything will be fine within 2 days, everything will be fine within few weeks. ഈ രീതിയിലുള്ള ഫാൾസ് അഷുറൻസസ് ടെർമിനലി ഇൽ പേഷ്യൻസിന് കൊടുക്കരുത്. അത് നമുക്ക് നെഗറ്റീവ് മാർക്ക് തരുന്നൊരു കാര്യമാണ്. ബിക്കോസ് ക്വസ്റ്റ്യനിൽ എന്താണ് അവർ തന്നിരിക്കുന്നതെന്ന് നോക്കുക, ആ രീതിയിൽ മാത്രമാണ് നമ്മളപ്പോൾ ഇവിടെ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലിസൺ ചെയ്തതിന് ശേഷം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സ്പീക്കിംഗ്, ഐ നോ ഇറ്റ് ഈസ് ക്വൈറ്റ് ഹാർഡ് ടു ഗോ ത്രൂ ദിസ് സിറ്റുവേഷൻ, വി ഓൾ ആർ ഹിയർ ടു ഹെൽപ്പ് യു. അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അഷ്യൂർ ചെയ്യാം. അതിനുശേഷം പേഷ്യന്റ് പറയുകയാണ്, ഐ ഡോണ്ട് ഹാവ് ടു ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് എനി കൈൻഡ് ഓഫ് ആക്റ്റീവ് മാനേജ്മെന്റ്. അങ്ങനെ പറയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ബിക്കോസ് പേഷ്യന്റിന്റെ ഡിസിഷൻ ആണ് ഫൈനൽ ഡിസിഷൻ. സോ നമ്മൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ലൈക്ക് മാനേജ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ഇന്റിമേറ്റ് ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ നമ്മൾ പറയണം, ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ, ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ആർ ഹാൻഡ്ലിംഗ് ദിസ് സിറ്റുവേഷൻ ആൻഡ് ഐ നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ്. I can contact your doctor and I can intimate this information to the social worker and my superiors and your family members. So definitely we will be taking a proper decision regarding your health and treatment. ഇനി ചില പേഷ്യൻസിന് ലിവിങ് വില്ല്, പവർ ഓഫ് അറ്റോർണി, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു ഏരിയ ആണ് ടെർമിനലി ഇൽ എന്ന് പറയുന്ന ഈ ഒരു സെക്ടർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം എ നഴ്സ് ഹാസ് ടു ബി ആൻ അഡ്വക്കേറ്റ്. അപ്പൊ ലീഗലി വരുന്ന മാറ്റേഴ്സ് എല്ലാം വിറ്റ്നസ്, അതുപോലെ തന്നെ ലീഗൽ ഡോക്യുമെന്റ്സ്, ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോള്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്. ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പവർ ഓഫ് അറ്റോർണി എഴുതുന്നതിലോ ലിവിംഗ് വിൽ എഴുതുന്നതിലോ അങ്ങനെ എന്തെങ്കിലും കാര്യം റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും, അവർ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ഈസ് ലൈക്ക് ദിസ്, സോ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ഡു ലൈക്ക് ദിസ്. അത് ആ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാം. ഇനി പേഷ്യന്റ് അതിനൊന്നും വില്ലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഹയർ അതോറിറ്റിയിലോട്ട് നമുക്ക് ഇത് ഇന്റിമേറ്റ് ചെയ്യാം. നമുക്ക് കൊളീഗ്സിന്റെ അടുത്തുനിന്നോ നമ്മുടെ സുപ്പീരിയേഴ്സിന്റെ അടുത്തുനിന്നോ ഹെൽപ്പ് സീക്ക് ചെയ്യാം. സോഷ്യൽ വർക്കറിനെ ഇൻഫോം ചെയ്യാം. നമ്മുടെ തന്നെ ലീഗൽ അഡ്വക്കേറ്റ്സിനെ, ഹോസ്പിറ്റലിലുള്ള ലീഗൽ അഡ്വക്കേറ്റ്സിനെ നമുക്ക് ഇൻഫോം ചെയ്യാം. ഫാമിലി മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഈ ടെർമിനലി ഇൽ പേഷ്യൻസുമായിട്ട് സംസാരിക്കുമ്പം കടന്നു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലീഗൽ ഇൻഫർമേഷനെ പറ്റി അത്യാവശ്യം നോളജ് നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള കേസസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ടെർമിനലി ഇൽ പേഷ്യൻസിന് കൗൺസിലിംഗ് വേണം എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ